ആൾക്കൂട്ട കൊലപാതകം കേരളം ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുകയോ അത് കൊലപാതകത്തിൽ കലാശിക്കുകയോ ചെയ്താൽ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത് അത്ര എളുപ്പമല്ല. ശിക്ഷയ്ക്ക് കടുപ്പമേറും. നിയമം പറയുന്നതെന്ത് നോക്കാം. ജൂറിസ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് പറയാതെ വയ്യ. കാരണം നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സാങ്കേതികതയുടെയൊക്കെ ഈ അതിനൂതന കാലത്ത് പലപ്പോഴും ഈ അഭ്യസ്ത വിദ്യരാണെന്ന് പറയുന്ന മലയാളികളൊക്കെ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം, ഇത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ വർഷം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ആൾക്കൂട്ട സദാചാര കൊലപാതകമല്ല. ഇന്നലെ പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ളത് പ്ലൈവുഡ് കമ്പനിയിലെ ഒരു മോഷണം ആരോപിച്ചുകൊണ്ടാണെങ്കിൽ 2018 മധുവിനെ, നമ്മുടെ നാട്ടുകാരൻ തന്നെയായ മധുവിനെ ഭക്ഷണം മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ സദാചാര വിചാരണ നടത്തി കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം വളരെ റീസെൻ്റായിട്ട് തന്നെ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് അതിദാരുണമായിട്ടുള്ള മറ്റൊരു സംഭവം. അവിടെ ബംഗ്ലാദേശി ആണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആൾക്കൂട്ടം സദാചാര വിചാരണ നടത്തുകയും മുറയിൽ പോലീസിംഗ് നടത്തി അദ്ദേഹത്തെ അടിച്ചു കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് മുൻപും നമുക്കറിയാം, അഞ്ചലിൽ നടന്നിട്ടുള്ള കോഴിയെ അയൽവീട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുന്ന വഴിക്ക് മോഷ്ടിച്ചതാണോ, ഇവൻ ബംഗാളിയാണ് അല്ലെങ്കിൽ ഇവൻ അന്യസംസ്ഥാന തൊഴിലാളിയാണ്, അവൻ മോഷ്ടിച്ചതാകാമെന്നുള്ള ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ട് അയാളെ അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം. സമാനമായി എത്ര അനുഭവങ്ങൾ സ്വദേശികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഒക്കെയായി നമ്മുടെ മുൻപിൽ ഇത്തരത്തിൽ അതിദയനീയമായി അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇനിയെങ്കിലും അവനവനിലേക്ക് മിഴി തുറക്കാനുള്ള മലയാളിയുടെ ഒരു കണ്ണാടിയാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, ഇവിടെ നിയമങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപര്യാപ്തതയോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റോ ഒന്നുമല്ല പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് അപജയമായി ആയിട്ട് വരുന്നത്. 2018 ഈ മധു കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതി വളരെ പ്രസിദ്ധമായിട്ടുള്ള ടെസി പൂനെവാല കേസിൽ വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ഉൾപ്പെടെ നിയമങ്ങൾ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ, കൊലയ്ക്കെതിരെ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ആ വിധിയോടുകൂടെ തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും കൊടുക്കാൻ വേണ്ടി DGPമാരോട് ഉത്തരവിട്ടിട്ടുണ്ട്. പലപ്പോഴും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ അന്തിമ വിധി വരുന്നതിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർമാരോട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് SP റാങ്കിൽ കുറയാത്ത ഒരാളെ അതിൻ്റെ തലവനായി നിയമിച്ചുകൊണ്ട് കൃത്യമായി എവിടെയാണ് ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി ഈ ആൾക്കൂട്ട ആക്രമണം നടത്തുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്തി പിടികൂടി ജയിലിൽ അടയ്ക്കാൻ വേണ്ടി കാപ്പ ഉൾപ്പെടെ ചുമത്തി, അതുപോലെ തന്നെ 153 കലാപത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി ജാമ്യം നൽകാതെ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള സർക്കുലറൊക്കെ 2018 തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടുള്ളതാണ്. 22/2018 എന്ന് പറഞ്ഞൊരു സർക്കുലർ വളരെ സ്ട്രിക്റ്റ് കംപ്ലയൻസിന് വേണ്ടിയിട്ട് DGP എല്ലാ ഡിസ്ട്രിക്ട് കളക്ടർമാർക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ അതിഥി തൊഴിലാളികളൊക്കെ കൂട്ടമായി താമസിക്കുന്ന പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെയും കൊല്ലത്തിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഇതാണ് ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളത് അവനവൻ്റെ ഒരു റൈറ്റാണ് എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ആളുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ബംഗ്ലാദേശികളെ പിടിക്കാൻ, തൊഴിലുകയറ്റുകാരെ പിടിക്കാനൊക്കെ നമ്മുടെ നിയമപാലകരുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിയാണോ എന്ന് ഐഡന്റിറ്റി കാർഡ് ചോദിച്ച് അല്ലെങ്കിൽ ഐഡന്റിറ്റി ചോദിച്ചുകൊണ്ട് അടിച്ചു കൊല്ലാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളില്ല, ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു മൊറൽ നമുക്കില്ല. അപ്പം അഭ്യസ്ത വിദ്യരാണെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഈ ആൾക്കൂട്ട കൊലപാതകം ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നേരത്തെ നമുക്ക് കേട്ടുകേൾവിണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു സാമൂഹിക അപജയമായി ഞാൻ കാണുന്നത്. നിയമത്തിന്റെ ഒരു അപര്യാപ്തതയ്ക്കപ്പുറത്തേക്ക് അതിൻ്റെ ഒരു സ്ട്രിക്റ്റ് കംപ്ലയൻസ് ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നുകൊണ്ട് അവരെ ശിക്ഷിക്കാനുള്ള ഒരു മെക്കാനിസം നമുക്കിപ്പോഴും ഇല്ല എന്നുള്ളതും നമ്മുടെ ഒരു ദൗർബല്യമാണ്. മെക്കാനിസം ഉണ്ട്, അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തരത്തിലുള്ള സദാചാര ബോധം, ധാർമ്മിക ബോധം എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ അതൊരു പൊതുബോധമായി പരിണമിക്കുകയും അത് ആളെ കൊല്ലാനുള്ള ഒരു അധികാരമായിട്ട് ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം ആൾക്കൂട്ടം കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഫെയിലിയർ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.